ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ നോക്കാൻ പോകുന്നത് ചാർട്ട് നോക്കി എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ലെവൽസ് മാർക്ക് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഇത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് 12-ാം തീയതിയിലത്തെ ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കി എങ്ങനെ നമുക്ക് 13-ാം തീയതി ട്രേഡ് പ്ലാൻ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കണം, സപ്പോർട്ടും റെസിസ്റ്റൻസാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയാണ് ഹൈ വന്നിരിക്കുന്നത്, ഇവിടെയാണ് ലോ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈ എപ്പോഴും ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും മാർക്കറ്റിൽ. അത് നമുക്ക് ഹൈ ഒന്ന് മാർക്ക് ചെയ്യാം, ആ ഒരു ലെവൽസിനെ മാർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ടത് അടുത്ത സപ്പോർട്ട് എവിടെയാണ് ഈ ഒരു ചാർട്ടിൽ വരുന്നത് നോക്കാം. നമുക്കിവിടെ കാണാൻ സാധിക്കും, മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, താഴേക്ക് വന്നു, തിരിച്ച് കയറി ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് തിരിച്ച് കയറിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലും ഒരു സപ്പോർട്ടുണ്ട്, ആ ഒരു ലെവൽ കൂടി മാർക്ക് ചെയ്യാം. ജസ്റ്റ് മാർക്ക് ചെയ്യാം. കണ്ടോ, ഇവിടെയും സപ്പോർട്ട് എടുത്തിട്ടാണ് തിരിച്ച് കയറിക്കുന്നത്. നമുക്ക് പ്രീവിയസ് ഡേയിലും കാണാൻ സാധിക്കും ആ ഒരു ഏരിയയിൽ ഒരുപാട് ക്യാൻഡിൽസ് ടച്ച് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ നമ്മൾ കുറച്ച് താഴെ കൂടി വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരുപാട് ക്യാൻഡിൽസ് ഈ ഒരു ഏരിയയിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ചെറിയൊരു സപ്പോർട്ട് എടുത്ത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര ലെവൽസ് ഉള്ളൂ. ഇത് നോക്കുകയാണെങ്കിൽ ലോ വേണമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇപ്പോൾ ഇത്ര ലെവൽസ് വെച്ചാൽ നമുക്ക് അടുത്ത ദിവസം ട്രേഡിംഗ് പ്ലാൻ ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഒരു ചാർട്ട് നോക്കിയിട്ട് ഇതേപോലെ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒന്ന് മാർക്ക് ചെയ്താൽ മതി. ഇത് നമ്മുടെ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് നമ്മളൊരു ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യുന്നില്ല. കാരണം ഇൻഡിക്കേറ്റേഴ്സൊക്കെ ലാഗിങ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു എക്സാക്ട് സിഗ്നൽ കിട്ടത്തില്ല. പക്ഷെ നമുക്ക് ലെവൽസ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു എൻട്രി, ആ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് എൻട്രി കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസ് ആണ് നോക്കുന്നത്. അതായത് നമ്മുടെ സപ്പോർട്ട് ഇതേപോലെ 5 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊക്കെ അവിടെ നിന്ന് ബൈയിലേക്ക് പോവാം. അതുപോലെ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്ത് നല്ല റെഡ് ക്യാൻഡാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ സെല്ലിലേക്ക് പോകാം. അപ്പോൾ ആ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് വെച്ച് നമുക്ക് എങ്ങനെയാണ് ഈ ലെവൽസിൽ വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എൻട്രി വരുന്നത് മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്ത് ഇതിന് മുകളിൽ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിലാണ് നമുക്കൊരു ബൈ എൻട്രി വരുന്നത്. അതല്ലെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും നല്ല രീതിയിൽ ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് സെൽ എൻട്രി ആണ്. നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ക്യാൻഡിൽ നമ്മുടെ ലെവൽസിൻ്റെ ഉള്ളിലാണ് എന്നൊക്കെ എൻട്രിയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് വലിയൊരു ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്, നല്ലൊരു സെല്ലിങ് വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കാണെങ്കിൽ റീടെസ്റ്റിൽ സെല്ല് ചെയ്യാം. അതായത് മാർക്കറ്റ് ഈ ഒരു ലെവൽ വരുമ്പോൾ സെല്ല് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കൊന്ന് ഫിബൊനാച്ചി ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു ക്ലോസും ഈ ഒരു പോയിൻറ്റും മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു 50% എടുക്കാം. 50% ആയിട്ട് വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ വീണ്ടും മാർക്കറ്റ് ആ ഒരു ലെവലിൽ ടച്ച് ചെയ്യും. അടുത്ത ക്യാൻഡിൽസ് ഈ ലെവലിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് സെല്ല് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം. വീണ്ടും മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് വീണ്ടും റെഡ് ക്യാൻഡിൽ വരുമ്പോൾ അപ്പോൾ സെല്ല് ചെയ്താൽ മതി. അതല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരാണെങ്കിൽ അവിടെ നമുക്ക് ബൈയിലേക്ക് പോകാവുന്നതാണ്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഈ ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ക്യാൻസൽ ചെയ്യാം. പക്ഷേ മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്തിരുന്നെങ്കിൽ ആയിരുന്നു നമുക്ക് കുറച്ച് ചാൻസ് ഉണ്ടായിരുന്നത്. കണ്ടോ, ഇവിടെ എക്സാക്ട് ടച്ച് ചെയ്തു. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര വലിയത് വരുമ്പോൾ നമുക്ക് ആ ഒരു ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതൊക്കെ നല്ലത്. കാരണം നമ്മൾ ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഈ ലെവൽസിന് മുകളിലുണ്ടാവും. അപ്പോൾ വലിയൊരു സ്റ്റോപ്പ് ലോസ് വരും, ചെറിയൊരു ടാർഗറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആ എൻട്രി മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു എൻട്രിക്കാണ് നോക്കാനായിട്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു എൻട്രി കിട്ടിയിട്ടുണ്ട്. അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ താഴേക്ക് വന്നു, നല്ല സപ്പോർട്ട് ടച്ച് ചെയ്തു. കണ്ടോ, നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബൈ എൻട്രി ആണ്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റ് ആയിരിക്കണം നമ്മുടെ ടാർഗറ്റായിട്ട് നമ്മൾ എടുക്കേണ്ടത്. കാരണം അടുത്ത റെസിസ്റ്റൻസ് ആ ലെവലാണ്. നമുക്ക് സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ ഈ ഒരു ഈ ഒരു ബ്രേക്കൗട്ട് ക്യാൻഡിലിൻ്റെ തൊട്ട് താഴെയായിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കാണാം. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്യുകയും ചെയ്തു. അവിടുന്ന് റിജക്ഷൻ വന്നു, റെസിസ്റ്റൻസിൽ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. നമുക്കിവിടുന്നുണ്ടെങ്കിൽ സെല്ലിലേക്ക് പോവാം. നമുക്കൊന്ന് സെല്ലിലേക്ക് പോയിട്ട് ഈ ഒരു ലെവലുണ്ട്, അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ആണ്. ഇവിടെ സെല്ല്, നമ്മുടെ ടാർഗറ്റ് ഈ ഒരു പോയിൻ്റാണ് നമ്മുടെ ടാർഗറ്റ് കണ്ടത് സെല്ലിൻ്റെ.
ഇവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് വീണ്ടും തിരിച്ചു കയറി ആ എക്സാക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത ലെവലിൽ ടച്ച് ചെയ്തു, റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തു, വീണ്ടും താഴേക്കാണ്. ഓക്കെ, നമ്മുടെ സെൽ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ബൈ കിട്ടി, ഇവിടുന്ന് സെല്ലും കിട്ടി. അപ്പോൾ 2 ട്രേഡ് നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വീണ്ടും ബൈ വന്നിട്ടുണ്ട് കണ്ടോ, നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്തു, 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. നമ്മൾ പ്രീവിയസ് സ്റ്റോപ്പ് ലോസ് തന്നെ, ആ ഒരു സ്റ്റോപ്പ് ലോസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്താലും മതി. ടാർഗറ്റ് സെയിം ടാർഗറ്റ് തന്നെ. ഓക്കെ, നമ്മളവിടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വിക്ക് അടിച്ച് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു, 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ വീണ്ടും നമ്മുടെ ലെവൽസിന് താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വീണ്ടും സെല്ലാണ്, ഈ ഒരു പോയിന്റിൽ സെല്ലാണ്. ഇത് സ്റ്റോപ്പ് ലോസ് ആണ്. അടുത്ത ഈ ഒരു പോയിൻ്റാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. എക്സാക്റ്റ് ലെവലിൽ ടച്ച് ചെയ്തു, 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിലൂടെ ക്ലോസ് ചെയ്തു. അപ്പോൾ വീണ്ടും ബൈ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാൻഡിൽ വലുതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആ ട്രേഡ് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് ഇവിടെ ബൈ ആണ്. അതല്ലെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് വീണ്ടും ചെറിയൊരു ഗ്രീൻ ക്യാൻഡിലൂടെ ഫോം ചെയ്യുമ്പോഴും ബൈ എടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മുടെ സെല്ല് എക്സിറ്റ് ചെയ്യണം, കാരണം നമ്മുടെ ലെവലിൽ ടച്ച് ചെയ്താണ് കൊണ്ട്. ഇപ്പോൾ ബൈ ആണെങ്കിൽ അതിൻ്റെ ടാർഗറ്റ് ഈ ഒരു പോയിൻ്റാണ്. ഓക്കെ, ആ ബൈ ടാർഗറ്റോടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വീണ്ടും 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ ലെവൽസിന് മുകളിൽ ക്ലോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ 3 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇൻട്രാഡേ നോക്കുമ്പോൾ 3 മണിക്ക് ശേഷം നമ്മൾ ട്രേഡ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്ര എൻട്രീസാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് റിവേഴ്സ് ചെയ്ത് ഈ ഒരു പോയിന്റ് റെസിസ്റ്റൻസ് ആയി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് വന്നിരിക്കുന്ന ആ റെസിസ്റ്റൻസ് ആണ് കാരണം. ഓക്കെ ആണോ, ഈ ഒരു സപ്പോർട്ട് കാരണം കൊണ്ടാണ് ഇവിടെയും സപ്പോർട്ട് എടുത്തത്. ഇവിടെ സപ്പോർട്ട് എടുക്കാൻ കാരണം ഈ ഒരു സപ്പോർട്ട് ഇവിടെ ഉള്ള കാരണം കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ഓരോ ചാർട്ടിൽ ലെവൽസ് ഇതേപോലെ കഴിഞ്ഞ ദിവസത്തെ പ്രീവിയസിൻ്റെ ചാർട്ട് ഇതുപോലെ സപ്പോർട്ടും റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച് മാർക്ക് ചെയ്ത് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് മാത്രം മതി. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ട്രേഡിങ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വലിയ ഫീസ് കൊടുത്ത് ക്ലാസ്സുകളിലൊന്നും ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ ഇത് പ്രാക്ടീസ് ചെയ്ത് മാത്രം മതി. കാരണം ഇവിടെ നമ്മൾ ഒരു ഇൻഡിക്കേറ്റേഴ്സും ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു പ്രൈസ് ആക്ഷൻ മാത്രമാണ്. നമ്മൾ എക്സാക്റ്റ് നമുക്ക് ആ ഒരു പോയിന്റിൽ തന്നെ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡ് കൊണ്ടുള്ള ഗുണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെവൽസ് കിട്ടുന്നതായിരിക്കും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇത് തന്നെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ ഞാൻ ആ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ ലെവൽസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.